അഷ്കർ അലി കരിമ്പ കൂടി ചേരുന്നു. അഷ്കർ, UDF-ലെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ ലീഗിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ്? വലിയ അതൃപ്തിയുണ്ട് ലീഗ് നേതാക്കൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കെ സുധാകരന്റെ കാര്യത്തിൽ ഈ റോഷിപാൽ പറഞ്ഞതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുമ്പോൾ ഒരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് വേഗമാകട്ടെ, അല്ലെങ്കിൽ കരുത്തനായ ഒരാൾ വരണം, മുഖമുള്ള ഒരാൾ വരണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ടല്ലോ. വിനീത, KPCC പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. പക്ഷേ ലീഗിനുള്ള ഈ കാര്യത്തിലുള്ള അതൃപ്തി എന്ന് പറയുന്നത് ഇതൊരു വിഴുപ്പലക്കലിലേക്ക് പോകുന്നു, അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുണ്ടാക്കുന്ന അനിശ്ചിതത്വം സ്വാഭാവികമായിട്ടും UDF-നെയും അതുപോലെ തന്നെ മുന്നണിയെയും ബാധിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്ന ആക്ഷേപം. ഓരോ ഘട്ടത്തിലും തുടർച്ചയായി ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും പ്രത്യേകിച്ച് കോൺഗ്രസിലെ ആഭ്യന്തര വിഷയങ്ങളുടെ പേരിൽ UDF മുന്നണിക്ക് തന്നെ ചീത്തപ്പേരുണ്ടാവുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന പരാതി. ആദ്യഘട്ടത്തിൽ അത് ഒരുപക്ഷെ VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടാവുന്നു. പിന്നീട് VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടാവുന്നു. അപ്പോഴൊക്കെ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിലൊക്കെ തന്നെ പരസ്പരം വിഴുപ്പറുക്കലുണ്ടാവുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുമുള്ള വിവാദവും അതെല്ലാം തന്നെ ആത്യന്തികമായി UDF-നെയാണ് ബാധിക്കുന്നത് എന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. കെ സുധാകരനെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ആ കാര്യത്തിലൊരു തീരുമാനം അതിവേഗത്തിൽ ഉണ്ടാവണമെന്നാണ് ലീഗ് നിലപാട്. ഇനി കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ തന്നെ അത് മുന്നണിക്ക് കൂടി സ്വീകാര്യനായ, പ്രത്യേകിച്ച് UDF മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തലപ്പതിക്ക് ഒരു പ്രധാനി വരുമ്പോൾ ആ മുന്നണിക്ക് സ്വീകാര്യനായ പൊതുസമൂഹത്തിൽ തന്നെ പൊതുസമ്മതനായ ഒരാൾ കൂടി വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുസ്ലിം ലീഗ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരാൾ എത്തിയാൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പുകൾ പോലും അത് UDF-ന് ഗുണം ചെയ്യുകയും ചെയ്യുള്ളൂ. നിലവിലുള്ള പോസ്റ്റർ യുദ്ധവും യൂത്ത് കോൺഗ്രസ് അടക്കം പരസ്യമായി നേതാക്കൾക്കെതിരെ തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ ഇപ്പോഴും ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തുള്ള തർക്കങ്ങൾ അത് അനന്തമായി നീണ്ടുപോകുന്നത് വലിയ ആശങ്കയും അതൃപ്തിയും മുസ്ലിം ലീഗ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലെ കാര്യങ്ങൾ നീണ്ടു പോകരുത് എന്നുള്ളതാണ് ലീഗ് ഉന്നയിക്കുന്ന ആവശ്യം. വിനീത.